നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം 15 വർഷം സംസ്ഥാനം അടക്കി വാണ മമതാ ബാനർജിക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. എവിടേക്കെങ്കിലും പുറത്തിറങ്ങിയാൽ, 4 ആളുകൾ കാണുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിയാൽ ആളുകൾ വളയും. കള്ളനെന്നും കള്ളിയെന്നുമൊക്കെ വിളിച്ച് മുട്ടയേറും കല്ലേറുമൊക്കെ നടത്തും. കാരണം കഴിഞ്ഞ 15 വർഷം ഈ സംസ്ഥാനത്ത് ചെയ്തു കൂട്ടിയത് ഭരണത്തിൻ്റെ പേരിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. രാജ്യവിരുദ്ധമായ കാര്യങ്ങൾക്ക് പോലും തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ അതിൻ്റെ അധ്യക്ഷ മമതാ ബാനർജിയും നേതൃത്വം നൽകിയെന്ന് ഇപ്പോൾ ബംഗാളിലെ ജനങ്ങൾ അറിയുകയാണ്. അതുകൊണ്ട് തന്നെ അവർ തൃണമൂൽ കോൺഗ്രസിനെ വെറുക്കുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വെറുക്കുന്നു. അവർ പുറത്തിറങ്ങിയാൽ കൂകി വിളിക്കുകയാണ്. മാത്രമല്ല, അവർക്കെതിരെ പല ഘട്ടങ്ങളിലും ശാരീരികമായ ആക്രമണങ്ങൾ പോലും നടക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ബംഗാളിലെ സോനാർപൂരിൽ അവിടെ പാർട്ടി പ്രവർത്തകരെ, ആക്രമിക്കപ്പെട്ട പാർട്ടി പ്രവർത്തകരെ സന്ദർശിക്കാൻ എന്ന പേരിലാണ് മമതാ ബാനർജിയുടെ പാർട്ടിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് മമതാ ബാനർജിയുടെ മരുമകനുമായിട്ടുള്ള അഭിഷേക് ബാനർജി സോനാർപൂരിലെത്തിയത്. സോനാർപൂരിലെത്തിയ ഉടൻ തന്നെ ഇദ്ദേഹത്തെ ഒരു സംഘം ആളുകൾ വളഞ്ഞു, കള്ളനെന്ന് വിളിച്ചു, ചീമുട്ടയെറിഞ്ഞു. മാത്രമല്ല, 1-2 പേർ കല്ലെടുത്തെറിയുകയും ചെയ്തു. ഇയാളുടെ തലയ്ക്ക് പരിക്കേൽക്കാതിരിക്കാൻ അടുത്തവിടെ നിന്നോ എടുത്ത ഒരു ക്രിക്കറ്റ് ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ് ഇയാൾ പിന്നീട് നടന്നു നീങ്ങുന്നതും അവിടെ നിന്ന് രക്ഷപ്പെടുന്നതും. ഈ സംഭവം തൃണമൂൽ കോൺഗ്രസിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മമതാ ബാനർജി കഴിഞ്ഞാൽ പാർട്ടിയിലെ ഏറ്റവും അടുത്ത അധികാര കേന്ദ്രമാണ് അഭിഷേക് ബാനർജി. മരുമകനായ അഭിഷേക് ബാനർജിയെ ആ സ്ഥാനത്ത് കൊണ്ടുവന്നത് വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് നെടുകെ പിളരാൻ തന്നെ കാരണമായത് ആ നീക്കമായിരുന്നു. അഭിഷേക് ബാനർജിക്ക് പാർട്ടിയിൽ ആർക്കുമില്ലാത്ത തരം അധികാരങ്ങൾ മമത നൽകി. പാർട്ടിയിലെ മുതിർന്ന സീനിയറായിട്ടുള്ള നേതാക്കന്മാർ പോലും ചവിട്ടി ഒതുക്കപ്പെട്ടു. മാത്രമല്ല, അഭിഷേക് ബാനർജി ഡയമണ്ട് ഹാർബർ എന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള MP ആണ്. ആ ലോക്സഭാ മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് വ്യാപകമായ അക്രമം നടത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പ് വിജയം നേടുന്നത്. BJPയുടെ ചിഹ്നത്തിന് നേരെ ടേപ്പൊട്ടിക്കുകയും അങ്ങനെ വോട്ടിംഗ് തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്ത സംഭവ വികാസങ്ങൾ ആ മണ്ഡലത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത് അഭിഷേക് ബാനർജിയാണ് എന്നാണ് കരക്കമ്പി. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇപ്പോൾ അഭിഷേക് ബാനർജിയെ വെറുക്കുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ മുതിർന്ന ചില നേതാക്കന്മാരും ആ വെറുപ്പ് മനസ്സിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ മമതയെ കരുതി ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. അഭിഷേക് ബാനർജി റോഡിലേക്ക് ഇറങ്ങി തൻ്റെ പാർട്ടി പ്രവർത്തകരെ കാണാൻ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായതെന്നാണ് പാർട്ടി വിശദീകരിക്കുന്നത്. മാത്രമല്ല, മമതാ ബാനർജി സുവേന്ദു സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുമുണ്ട്. ഈ പറയുന്ന അഭിഷേക് ബാനർജിയായ തൻ്റെ മരുമകൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയാൻ സാധിക്കുന്നില്ല. ഇയാളെ പരിക്കുകളോടുകൂടി ഒരു സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ആദ്യം ITUവിൽ പ്രവേശിപ്പിച്ച് നിരീക്ഷിച്ച ശേഷം ഇയാളെ കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടെത്തി ഡിസ്ചാർജ് ചെയ്യുന്നു. ഡിസ്ചാർജ് ചെയ്തത് സർക്കാരിൻ്റെ അനാസ്ഥയാണെന്നും അത് സർക്കാർ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ആരോപിക്കുന്നത്. അയാൾക്ക് ഗുരുതരമായ പരിക്കുകളുണ്ടെന്നും അയാളുടെ ജീവൻ അപകടത്തിലാണെന്നും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഡിസ്ചാർജ് ചെയ്യരുത് എന്നുമാണ് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ ആവശ്യം ആശുപത്രി അധികൃതർ ഉൾക്കൊണ്ടില്ല. ഇയാളെ പിന്നീട് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ നടന്ന പരിശോധനകളിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അഭിഷേക് ബാനർജിക്കെതിരെ ചീമുട്ടയേറ് കിട്ടി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് തറച്ചത് അഭിഷേക് ബാനർജിയുടെ തലയ്ക്കല്ല. തലയിൽ ഹെൽമറ്റ് വെച്ച് അദ്ദേഹം സംരക്ഷണം നേടിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അങ്ങനെയൊരു സംരക്ഷണം ഇല്ലായിരുന്നു. ഹൃദയത്തിലാണ് ഏറുകൊണ്ടത്. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിലാണ്. അതേസമയം ഈ പ്രതിഷേധങ്ങളൊക്കെ ഉയരുമ്പോഴും BJP പറയുന്നത് അതീവ രസകരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അക്രമ പ്രവർത്തനങ്ങൾ അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിലാണ് നടന്നത്. ആ അക്രമ പ്രവർത്തനങ്ങളിൽ നിരവധി ആളുകൾക്കാണ് പരിക്കേറ്റത്. ഏതാണ്ട് 100ഓളം വരുന്ന BJP പ്രവർത്തകർക്ക് ജീവൻ വെടിയേണ്ടി വന്നു. അതോടൊപ്പം നിരവധി പേർക്ക് പരിക്കേറ്റു. ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ഗ്രാമങ്ങളിൽ നിന്നും പലായനം ചെയ്തു പോയി. തൃണമൂൽ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ എതിർത്തു എന്നുള്ളതായിരുന്നു, തൃണമൂൽ കോൺഗ്രസിനെതിരെ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തി എന്നുള്ളതായിരുന്നു ഇവരുടെ മേലുള്ള കുറ്റം. എന്നാൽ ഈ കുറ്റം 2011 മുതൽ ഇങ്ങോട്ട് എല്ലാ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിയുമ്പോഴും പ്രതിപക്ഷ പാർട്ടികളെ അതിക്രൂരമായി ആക്രമിക്കുന്ന സ്വഭാവം മമതയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ
മമതാ ബാനർജിക്കെതിരെ കർമ്മ തിരിച്ചടിക്കുകയാണ് എന്നാണ് BJP പറയുന്നത്. അവർ അന്ന് ചെയ്തത് ഇന്ന് കൊയ്യുന്നു. ഇതാണ് BJPയുടെ വിശദീകരണം. എന്തായാലും അന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന അക്രമങ്ങൾ പോലെയൊന്നും ഇന്നെന്തായാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്നില്ല എന്നുറപ്പാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഭിഷേക് ബാനർജിക്കെതിരെ അത്രമാത്രം ജനരോഷമുണ്ട്. അത് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിക്കിടയിൽ പോലുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം പാർട്ടി, അതായത് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി അറിയാതെ ഇത്തരം കാര്യങ്ങളിൽ BJPയെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ നല്ലൊരു വിഭാഗം MLA-മാരും MP-മാരും BJPയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ബംഗാളിൽ ജനരോഷം തണുത്തിട്ടില്ല എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മമതാ ബാനർജിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം, അതിനെതിരെ ഇപ്പോൾ കർശന നടപടി, അല്ലെങ്കിൽ ആര് നിയമം ലംഘിച്ചാലും കർശന നടപടി എടുക്കുമെന്ന് ബംഗാൾ സംസ്ഥാന സർക്കാർ പറയുമ്പോഴും BJPയുടെ പ്രതികരണം കർമ്മയുടെ തിരിച്ചടി എന്നാണ്.